ആ അപ്പൊ ഈ വിദ്യയെ കുറിച്ച് ഒരു ശ്ലോകം ഉണ്ട്. അത് ഇത് ന രാജഹാര്യം ന ചോരഹാര്യം പ്രയാണകാലേ ന ഭൂരിഭാരം വ്യയേ കൃതയെ വർദ്ധതയവ നിത്യം വിദ്യാധനം സർവധനാത് പ്രധാനം. വിദ്യാധനം സർവധനാത് പ്രധാനം. വിദ്യയാകുന്ന ധനം. ധനം എന്ന് പറഞ്ഞതാ സ്വത്ത് സമ്പത്ത്. അത് എല്ലാ ധനത്തെക്കാളും നമ്മൾ സമ്പാദിക്കുന്ന ഏത് ധനമായാലും അതിനേക്കാൾ എല്ലാറ്റിലും ശ്രേഷ്ഠമാണ്. അതിന് ഇതാണ് ഈ പദ്യത്തിൽ പറയണ രാജകാര്യം. കുറേ വിദ്യ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടോ? ഈ കുറേ വിദ്യ സമ്പാദിച്ച് അവര് ഈ ഗവൺമെന്റിലേക്ക് അവരുടെ കുറേ വിദ്യയാകുന്ന ധനം അവരുടെ കയ്യിലുണ്ട്. ആ കുറച്ച് ഈ ഗവൺമെന്റിലേക്ക് കണ്ടു കെട്ടാൻ വിചാരിക്കാൻ പറ്റില്ലേ? ഇപ്പൊ നമ്മൾ കുറേ പണം സമ്പാദിച്ച് ഇത്ര ധനെ ഒരാളുടെ കയ്യിൽ പാടുന്നുണ്ട് ഗവൺമെന്റ് നിയമമനുസരിച്ച്. അതിൽ കൂടുതൽ നമ്മൾ സമ്പാദിക്കുമ്പോൾ അത് ഗവൺമെന്റ് പിടിച്ചുകൊണ്ടു എടുത്തോളൂ. പക്ഷെ ഈ ധനം നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് ഗവൺമെന്റിലേക്ക് പിടിച്ചു കേട്ടാൻ പറ്റും ഇല്ല. അതാണ് ന രാജഹാര്യം ന ചോരഹാര്യം. ചോരൻ എന്ന് പറഞ്ഞാൽ ചോരൻ കള്ളൻ. ചോർന്ന് പറയില്ലേ ഹിന്ദിയില്? കള്ളൻ എന്നർത്ഥം. എന്നാ ചോരഹാര്യം കള്ളന്മാർക്ക് കെട്ടുകൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ കുറേ വിദ്യ സമ്പാദിച്ചു വിദ്യയാകുന്ന ധനം. പക്ഷെ ഇത് കള്ളന്മാർക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുമോ നമ്മുടെ കയ്യിൽ നിന്ന്? ഇല്ല. അപ്പൊ കള്ളന്മാർക്ക് അപഹരിക്കാൻ സാധിക്കാത്തത്, രാജാവിന് അപഹരിക്കാൻ സാധിക്കാത്തത് കള്ളന്മാർക്ക് അപഹരിക്കാൻ സാധിക്കില്ല. പ്രയാണകാലേ നച്ച ഭൂരിഭാരം. നമ്മൾ യാത്രയാണ്. പ്രയാണം എന്ന യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഭാരം. നമുക്ക് കുറേ സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തൊക്കെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത് വല്ലാത്ത പാടാണ് അല്ലേ? അത് ഇത് വല്ല പാടുണ്ടാ? നമ്മൾ കുറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ കൂടെ തന്നെ അങ്ങോട്ട് പോരും അല്ലേ? അപ്പോഴാണ് ഭൂരിഭാരം വരുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ പ്രയാണം എന്ന യാത്ര ചെയ്യുമ്പോൾ അധികം ഭാരം അനുഭവപ്പെടുന്നില്ല. പ്രയാണകാലേ എന്നുവെച്ചാൽ ഭൂരിഭാരം. ഇനി നമ്മൾ ഒരു സമ്പത്ത്, ഇപ്പോൾ ഒരു 10 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഈ സമ്പത്ത് നമ്മൾ ഒരു സാധനം വാങ്ങി 5 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. അപ്പൊ ഈ 10 രൂപ കുറയോ കൂടുമോ? കുറയും. പിന്നെ ബാക്കി 5 രൂപ ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാൽ ഈ സമ്പത്ത് നമ്മൾ എത്രമാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത്രമാത്രം കുറയല്ല ചെയ്യുന്ന കൂടി വരും. ആണ് വ്യയം ചെയ്യാന്ന് പറഞ്ഞാൽ ചെലവഴിക്കും തോറും കൂടി വരുന്നതാണ് ഈ ധനം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ വിദ്യയാകുന്ന ധനം, വിദ്യാധനം സർവധനാ പ്രധാനം. എല്ലാ ധനത്തെക്കാളും പ്രധാനം. അതാണ് വിദ്യാധനം സർവധനാ പ്രധാനം എന്നുള്ള അർത്ഥം. അപ്പൊ അന്ന് നമ്മളൊക്കെ വിദ്യ പഠിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. വിദ്യാധനം സർവധനാ പ്രധാനം. വിദ്യയാകുന്ന ധനം മറ്റെല്ലാ ധനത്തെക്കാളും പ്രധാനമാണ്, ശ്രേഷ്ഠമാണ്. അതാണ് എൻ്റെ ആശയം.